നിബിൻ, പരിസ്ഥിതിയുടെ നമ്മുടെ അടുത്ത ചില ചോദ്യങ്ങൾ, എപ്പിസോഡ് 6 അല്ലേ? ഓക്കെ. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് പറയാം? അലക്സാണ്ടർ ഹംബോൾട്ട് ശരിയായ ഉത്തരവാണ്. പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ ഹംബോൾട്ട് ആണ്. എന്നാൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്, മോഡേൺ ഇക്കോളജി, എൻവയോൺമെന്റൽ സയൻസ് ആണെങ്കിലും മോഡേൺ എന്നുകൂടെ ചേർത്ത് വന്നാൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് മറ്റൊരു വ്യക്തിയാണ്. ആരാ? യൂജിൻ പി ഓഡം ശരിയായ ഉത്തരവാണ്. യൂജിൻ പി ഓഡം. എങ്കിൽ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന് ഒരു പിതാവുണ്ട്, അതാരാണ്? രാംദിയോ മിശ്ര ശരിയായ ഉത്തരവാണ്. നിഷാൻ വന്നതുകൊണ്ട് നിഷാൻ, കേരള പരിസ്ഥിതി ശാസ്ത്രത്തിന് ഒരു പിതാവുണ്ട്. ശരിക്കും കേരള സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ വനമിത്ര അവാർഡൊക്കെ ലഭിച്ചയാളാണ് കേരള പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്. ഉണ്ട്. പേരിലോ അതോ ശരിക്കും പരിചയം? ശരിക്കും പരിചയമൊന്നുമില്ല, പേരിൽ. ഓക്കെ. എന്ത് ജേക്കബാ? ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ പേര് ജേക്കബ് ജോൺ എന്നാണ്. ഈ വ്യക്തി ജോൺ സി ജേക്കബ് ശരിയായ ഉത്തരവാണ്. ആരാ? നിഷാൻ? ജോൺ സി ജേക്കബ്. അങ്ങനെ നിഷാൻ അല്ല, നീ ആരെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഒരു ജപ്പാൻകാരൻ ആണോ? ജപ്പാനാണെന്ന് എനിക്കറിയില്ല. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്തിനാ ഉത്തരം പറ. മസനോബു ഫുക്കുവോക്ക എന്തുവാ? ജൈവ കൃഷിയല്ലേ? അതാണ് എനിക്ക് ഉദ്ദേശിച്ചത്. മസനോബു ഫുക്കുവോക്ക എന്ന് പറയുന്നത് ജൈവ കൃഷി കേട്ടോ, ഓർഗാനിക് ഫാമിംഗ്, അതിന്റെ പിതാവാണ്. എന്റെ ചോദ്യം ബയോഡൈവേഴ്സിറ്റി അല്ലേ, ജൈവ വൈവിധ്യം, അതിന്റെ പിതാവ്. ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എഡ്വാർഡ് വിൽസൺ. ഓക്കെ. അതെ, എഡ്വേർഡ് ഒ വിൽസൺ. അതാണ് കുറച്ചുകൂടി എല്ലാവരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എഡ്വേർഡ് ഒ വിൽസൺ. ഓക്കെ, എഡ്വേർഡ് ഒ വിൽസൺ. ശരി, അതാണ് ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പക്ഷെ ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മറ്റൊരാളാണ്, വാൾട്ടർ ജി റോസൻ. ശരിയായ ഉത്തരവാണ് വാൾട്ടർ ജി റോസൻ. അപ്പൊ മസനോബു ഫുക്കുവോക്ക ആരാ? ഓക്കെ. നിഷാൻ, പൊതുവെ നമ്മൾ എപ്പോഴും ചിപ്കോ പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ ആരുടെ പേരാ കൂടെ പറയാറ്? സുന്ദർലാൽ ബഹുഗുണ. ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ സുന്ദർലാൽ ബഹുഗുണയ്ക്ക് പോലും ഈ മരങ്ങളെ കെട്ടിപ്പിടിക്കാമെന്ന ആശയം കിട്ടിയത്, ഞാൻ വൈഷ്ണവി പ്രസ്ഥാനത്തെ കുറിച്ചല്ല പറയുന്നത്, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ തന്നെ തുടക്കക്കാരിയായിട്ട് അറിയപ്പെടുന്ന ഒരു വനിതയുണ്ട് ഉത്തരാഖണ്ഡില്, പഴയ ഉത്തർപ്രദേശില്. അവരാണ് ഈ മരങ്ങളെ കെട്ടിപ്പിടിക്കുകയും അങ്ങോട്ടേക്ക് നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയൊക്കെ വന്നു ചേരുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരിയായ വനിത, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന് കാരണക്കാരിയായ വനിതാ പരിസ്ഥിതി പ്രവർത്തക ഗൗരാദേവി. ശരിയായ ഉത്തരവാണ് ഗൗരാദേവി. പീപ്പിൾ ഫോർ ആനിമൽ പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു പ്രസ്ഥാനം, ഒരു മൂവ്മെന്റും ആണെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? നമ്മൾ ആട് സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടതാ. ആരാ? മനേകാ ഗാന്ധി എന്നാ വിളിക്കുന്നത്. മല്ലികാ ഗാന്ധി അല്ല, മേനകാ ഗാന്ധി. ആട് സിനിമയില് അവരുടെ ഒരു കാര്യം പരാമർശമുണ്ട്. പട്ടിയെ ആടിന്റെ ഫസ്റ്റിനകത്ത്. ഓക്കെ. ഡൗൺ ടു എർത്ത് ഒരു പരിസ്ഥിതി മാസികയാണ്, ഒരു മാഗസിനാണ് ഡൗൺ ടു എർത്ത്. ശരിക്കും പറഞ്ഞാൽ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഡയറക്ടർ കൂടിയായ ഒരു വനിതാ പരിസ്ഥിതി പ്രവർത്തക എഴുതിയതാണ് ഡൗൺ ടു എർത്ത്. എഴുതിയെന്നല്ല, ആ മാഗസിന്റെ എഡിറ്റർ സുനിത നാരായൺ. ശരിയായ ഉത്തരവാണ്. പിന്നെ മരമാതാവ്, മദർ ഓഫ് ട്രീസ് എന്നറിയപ്പെടുന്ന, നമുക്കറിയാലോ അവരെ. സാലു മരുത തിമ്മക്ക. നല്ല പരിചയമുണ്ട്, ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ ആളാണ്. ഓക്കെ. എങ്കിൽ അടുത്ത ഒരു കാര്യം ഓർക്കുക, 2026 ഈ വർഷം ജനുവരി 26 പത്മശ്രീ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരു മലയാളി വനിതയ്ക്ക്, ആലപ്പുഴക്കാരിക്ക് പത്മശ്രീ കിട്ടി. കാരണം വീട്ടിന്റെ ചുറ്റും 4.5 ഏക്കറിലാണ് അവര് മരങ്ങളും വനമൊക്കെ നട്ടുവളർത്തിയത്. അങ്ങനെ ഇത്തവണ പത്മശ്രീ കിട്ടിയ മലയാളിയായ ആലപ്പുഴക്കാരുടെ പേര് പറയാവോ? കൊല്ലക്കയിൽ ദേവകിയമ്മ. നിഷാൻ അറിയോ? പഠിച്ചു വെക്കണം കേട്ടോ. കൊല്ലക്കയിൽ ദേവകിയമ്മ ശരിയായ ഉത്തരവാണ്. ശരി, അടുത്തത് സ്റ്റേയിങ് എലൈവ്. വാവ്, ഒരു പരിസ്ഥിതി പ്രവർത്തകയുടെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് സ്റ്റേയിങ് എലൈവ്. വേപ്പെണ്ണയുടെ പേറ്റന്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളൊക്കെ ചെയ്ത് ആ മുൻനിരയിലെത്തിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക. യെസ്, റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡും എർത്ത് ഡേ അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള വന്ദന ശിവയാണ് ശരിയായ ഉത്തരവാണ്. ഓസോൺ ദിനം എന്നാ നിഷാൻ? സെപ്റ്റംബർ 16. അന്തരീക്ഷത്തിന്റെ
ഒരു പ്രത്യേക പാളിയിൽ ഓസോൺ ലെയർ എന്നൊരു ലെയർ ഉണ്ട്, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ ഭൂമിയെ സംരക്ഷിക്കാൻ. ഏത് പാളിയിലാണ് ഓസോൺ ലെയർ? സ്ട്രാറ്റോസ്ഫിയർ ശരിയായ ഉത്തരവാണ്. ഓസോൺ പാളിയിൽ പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. ഓസോൺ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യതയാണ്. അങ്ങനെ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. ഏതാണ് ആ ഉടമ്പടി? കേട്ടില്ല. മോൺട്രിയൽ പ്രോട്ടോകോൾ ശരിയായ ഉത്തരവാണ്. 1987 സെപ്റ്റംബർ മാസത്തിലാണ്, സെപ്റ്റംബർ 16-നാണ്. സെപ്റ്റംബർ 16-നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. കാനഡയിലാണ് മോൺട്രിയൽ. സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് മാറി. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഒരു തന്മാത്രയാണ്. ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന ഒരു തന്മാത്ര. എത്ര ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേരുന്നു? O3 ആണ്. O3 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന ഓക്സിജൻ 3 ആണ് ഓസോൺ. O2 ആണ്. ഈ ഓസോൺ എന്ന വസ്തു കണ്ടെത്തിയത് ആരാന്നറിയോ? ഷോൺ ബെയ്ൻ. മാറിപ്പോയത് നിഷ. അതിനകത്തൊരു ക്രൂഷ്യൽ ആസ്പെക്ട് ഉണ്ട്. ഓസോൺ കണ്ടെത്തിയത് O3 എന്നുള്ള ഓസോൺ കണ്ടെത്തിയ ആളാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഷോൺ ബെയ്ൻ. ആരാ? ഷോൺ ബെയ്ൻ. ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺ ബെയ്ൻ. എന്നാൽ അന്തരീക്ഷത്തിൽ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്ന രീതിയിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ഓസോൺ പാളി, ഓസോൺ ലെയർ ഉണ്ടെന്ന് കണ്ടെത്തിയത് വേറെ ആൾക്കാരാണ്. അതാര്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സണും കൂടെ ചേർന്നാണ്. വ്യത്യാസം മനസ്സിലായോ? ഓസോൺ പറയുന്ന തന്മാത്ര O3 തന്മാത്രയാണ് ചാൾസ് ഫ്രെഡറിക് ഷോൺബെയ്ൻ കണ്ടെത്തിയത്. ഓസോൺ കണ്ടെത്തിയതാണ് അദ്ദേഹം. ഓസോൺ പാളി കണ്ടെത്തിയതാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബൂയ്സണും കൂടെ ചേർന്ന്. കറക്റ്റ് ആണ്. ഓസോണിന്റെ നിറമുണ്ടോ? ഉണ്ട്. ചെറിയ നീല നിറമാണ്, ഇളം നീല നിറമാണ്. ഓക്കെ. അപ്പോൾ ഈ ഓസോൺ നമ്മൾ വിള്ളൽ എന്ന് പറഞ്ഞാൽ ഓസോൺ ഇല്ലാതായിട്ടൊന്നുമില്ല. ചില ഭാഗത്ത് നമ്മൾ അളന്നു നോക്കുമ്പോൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഓസോണിന്റെ അളവ് കുറവ് വരുന്നു. അപ്പോഴാണ് നമ്മൾ അതിന് ഓസോൺ വിള്ളൽ, ഓസോൺ സുഷിരം എന്നൊക്കെ വിളിക്കുന്നത്. അത് കണ്ടെത്തിയത് എവിടെയാന്ന് പറയോ? അന്റാർട്ടിക്കയിലാണ്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2030 കൂടിയൊക്കെ ആ വിള്ളലുകൾ മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഓസോണിന്റെ പാളിയില് ഓസോൺ പാളിയുടെ കാഠിന്യം കുറയുന്നു പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആ കാഠിന്യമൊക്കെ അളക്കുന്നത്, ഓസോൺ അളക്കുന്നതിന് ഒരു യൂണിറ്റ് ഉണ്ട്, ഡോപ്സൺ. ശരിയായ ഉത്തരവാണ്. ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ. SDG കേട്ടിട്ടുണ്ടോ? SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സുസ്ഥിര വികസന സൂചിക. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. സുസ്ഥിര വികസന സൂചികയുടെ കണക്കെടുപ്പിൽ ആദ്യമായി ഇന്ത്യ 100-നുള്ളിൽ വന്നത് കഴിഞ്ഞ വർഷമാണ്. 99-ാം സ്ഥാനത്തെത്തി. അതൊക്കെ നമ്മൾ കേട്ടതാ. SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, ഐക്യരാഷ്ട്ര സംഘടന ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും മൊത്തമായിട്ട് തന്നിരിക്കുന്ന ഗോൾസ് ആണ്. ആകെ 17 ഗോളുകളാണ് അതിനകത്തുള്ളത്. അതിൽ ഈ ഓസോൺ പാളിയുടെ സംരക്ഷണവുമൊക്കെയായി ബന്ധപ്പെട്ടൊരു ഗോളുണ്ട്. എത്രാമത്തേതാന്ന് പറയാം? 13ാമത്തേതാണ്. 17 SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണുള്ളത്. അതിൽ 13ാമത്തേതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഓസോണിന്റെ. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോണേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണോ? 2 ചോദ്യങ്ങളൂടെ ആണോ? എങ്കിലൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ ഈ ചാനല് ഞങ്ങളുടെ ഈ വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മൾക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നത് ഇതൊന്നുമല്ല, കൂട്ടുകാരുടെ സപ്പോർട്ടാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഗ്രൂപ്പിലല്ല, ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും കൂടുതൽ വീഡിയോസ് ജോയിൻ ചെയ്യുന്നതിലൂടെ വരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു പുതിയ ഫീച്ചറും വന്നിട്ടുണ്ട്. സോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സൂപ്പർ താങ്ക്സ്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിൾ. തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട 5 പരിസ്ഥിതി ചോദ്യങ്ങൾ. ആദ്യത്തെ ഉത്തരം തിരുവനന്തപുരം. ഓക്കെ, കേട്ടോ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയാ? തിരുവനന്തപുരത്തെ പാലോട്. തിരുവനന്തപുരത്തെ പാലോടാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ. ഓക്കെ, പാലോട്. കേരള സോയിൽ മ്യൂസിയം എവിടെയാണ്? പാറോട്ടുകോണം. ശരിയായ ഉത്തരമാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ട്യൂബർ കോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ശ്രീകാര്യം എവിടെയാണ്? നമ്മുടെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. ഇതെല്ലാം തിരുവനന്തപുരത്താണ്. ലാസ്റ്റ് ചോദ്യം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ കോളേജ് തിരുവനന്തപുരത്ത് എവിടെയാണുള്ളത്? പ്രധാനപ്പെട്ട ഒരു കോളേജ് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കായല്, പ്രധാനപ്പെട്ട ഏറ്റവും തെക്കേറ്റത്തുള്ള കായലുകളിലൊന്ന് നെയ്യാർ, വെള്ളായണി.
വെള്ളായണി കായലൊക്കെയുള്ള വെള്ളായണിയാണ് സ്ഥലം. ഓക്കെ Yeah. ഓക്കെ. അപ്പോ പുതിയ പരിസ്ഥിതി വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാം ചെയ്തോളൂ. അതെ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ. സ്നേഹപൂർവ്വം കോട്ടയിൽ നിന്നും നിഷാനൊപ്പം നിബിൻ.